നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഡിസംബർ 12 ഗോവയിൽ വെച്ചിട്ടായിരുന്നു തെന്നിന്ത്യൻ താരം കീർത്തി സുരേഷിന്റെയും ബിസിനസ്സുകാരനായ ആന്റണി തട്ടിലിന്റെയും വിവാഹം. തീർത്തും സ്വകാര്യമായ ഒരു ചടങ്ങിൽ സിനിമാ ലോകത്തെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് പങ്കെടുത്തത്. 15 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരുടെയും വിവാഹം. എന്നാൽ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ചോദിക്കാൻ തുടങ്ങിയ ഒരു ചോദ്യമാണ് ഭർത്താവ് ആന്റണി തട്ടിൽ എവിടെയെന്ന്. ഹിന്ദു ആചാരപ്രകാരവും ക്രിസ്തുമത ആചാരപ്രകാരവും നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ അല്ലാതെ ആന്റണി തട്ടിലിന്റെ മുഖം കാണുന്ന ഒരു ഫോട്ടോ പോലും കീർത്തി സുരേഷ് പങ്കുവച്ചിരുന്നില്ല. ഹണിമൂൺ ചിത്രങ്ങളിൽ പോലും പുറം തിരിഞ്ഞു നിൽക്കുന്ന ആന്റണിയെ മാത്രമാണ് കാണിച്ചത്. എന്തിനിങ്ങനെ ആന്റണിയെ മറച്ചു വെക്കുന്നു എന്ന ചോദ്യങ്ങൾക്ക് ആന്റണി മീഡിയ പേഴ്സൺ അല്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് കീർത്തി അന്ന് വിശദീകരിച്ചത്. പക്ഷേ സൗഹൃദങ്ങൾക്കിടയിൽ ആന്റണി തട്ടിൽ വേറെ വൈബാണ്. അത് തെളിയിക്കുന്നതാണ് ദ റൂട്ട് ഒഫീഷ്യൽ എന്ന പ്രൊഡക്ഷൻ ഹൗസിന്റെ സോഷ്യൽ മീഡിയ പേജിൽ വന്ന വീഡിയോ. കീർത്തിയുടെയും ആന്റണി തട്ടലിന്റെയും അടുത്ത സുഹൃത്തായ നിർമ്മാതാവ് ജഗദീഷ് പളനിസ്വാമിയുടെ പ്രൊഡക്ഷൻ ഹൗസാണ് ദ റൂട്ട്. നവദമ്പതികളുടെ കല്യാണം കഴിഞ്ഞതിനു ശേഷമുള്ള തല പൊങ്കൽ ദ റൂട്ടിനൊപ്പമായിരുന്നു. ജഗദീഷ് ഒരുക്കിയ പൊങ്കൽ പരിപാടിയിൽ മെയിൻ അട്രാക്ഷൻ ആന്റണിയും കീർത്തിയും തന്നെയായിരുന്നു. അവിടെ എല്ലാത്തിലും പൂർണ്ണ സജീവമായ ആടുകയും പാടുകയും വയപിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആന്റണിയെ കാണാമായിരുന്നു. ആന്റണി തട്ടിലും കീർത്തി സുരേഷും മാത്രമല്ല, ഇവർക്ക് വേണ്ടി ഒരുക്കിയ ഈ പൊങ്കൽ പരിപാടിയിൽ ആവേശം പകരാൻ വിജയും എത്തി. ഏറെ നേരം ഇവർക്കൊപ്പം ചിലവഴിച്ച ശേഷം താരം മടങ്ങുകയായിരുന്നു. തുടർന്ന് കീർത്തിയും സുഹൃത്തുക്കളും കസേരക്കളിയും മറ്റു മത്സരങ്ങളൊക്കെയായി ഇത്തവണത്തെ പൊങ്കൽ കെങ്കേമമാക്കി. മലയാളത്തിൽ നിന്നും മമത ബൈജുവും കല്യാണി പ്രദർശനും ആഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. മാസ്റ്റർ, ലിയോ തുടങ്ങിയ സിനിമകളുടെ ക്രോ പ്രൊഡ്യൂസർ എന്ന നിലയിലാണ് ജഗദീഷ് പളനിസ്വാമിയെ സിനിമാ ലോകത്തിന് പരിചയം. 2015 മധ്യത്തിൽ ജഗദീഷ് വിജയുടെ മാനേജറായി. ഇതിനുശേഷം കീർത്തി സുരേഷ് ഉൾപ്പെടെ ഒരുപറ്റം ശ്രദ്ധേയമായ താരങ്ങളുടെ മാനേജർ എന്ന നിലയിൽ ഇദ്ദേഹം വളർന്നു. സാമന്ത റൂത്ത് പ്രഭു, ലോകേഷ് കനകരാജ്, രശ്മിക മന്ദാന, അതുപോലെ കല്യാണി പ്രിയദർശൻ, മാളവിക മോഹൻ, പ്രിയങ്ക അരുൾമോഹൻ, കതിർ, സംയുക്ത, അതുപോലെ അർജുൻ ദാസ്, അഞ്ജലി എന്നിവരുടെ മാനേജർ കൂടിയാണ് ഇദ്ദേഹം. സെലിബ്രിറ്റി മാനേജ്മെന്റ് കമ്പനിയായ റൂട്ടിന്റെ സ്ഥാപകരിൽ ഒരാളാണ്. കല്യാണി പ്രിയദർശൻ നായികയായ ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന ചിത്രം നിർമ്മിച്ചതും ജഗദീഷിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിയാണ്. കീർത്തി സുരേഷ് നായികയാകുന്ന റിവോൾവർ റീത്തയാണ് ഈ ബാനറിന്റെ പുതിയ ചിത്രവും. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe here for more videos. Subscribe now. Thank you.